ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഷാങ്ക്സിനെ കുറിച്ച് ഇപ്പോൾ ഒരു അലിഗേഷൻ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഷാങ്ക്സ് ഫ്രോഡാണെന്നാണ് ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഷാങ്ക്സിന് കൊടുക്കുന്ന ഹൈപ്പിനൊന്നും ഷാങ്ക്സ് ഇല്ലെന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്നോ അതുപോലെ ഇത് സത്യമാണോ ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ 6K എന്ന് പറയുന്ന ആ മൈൽ സ്റ്റോണിൽ എത്താൻ പറ്റൂ. ഇപ്പോൾ 5.7K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 6K അടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനധികം പറഞ്ഞു കേൾപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ ഷാങ്ക്സിനെ കുറിച്ച് ഇങ്ങനൊരു അലിഗേഷൻ വരാനുള്ള മെയിൻ കാരണം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കറിയാം, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മുടെ ഗാർലിംഗ് ഫിഗർലൻഡ് ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഗാർലിങ്ങിനായിക്കോട്ടെ നമ്മുടെ റോക്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു തവണയല്ല 2 തവണ നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ട്. അതിലൊരു തവണ നമ്മുടെ റോക്സ് നമ്മുടെ ഗാർലിങ്ങിനെ 1 ഷോട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. അതിനുശേഷവും വീണ്ടും പോയി ചോദിച്ച് വാങ്ങുന്നുണ്ട് നമ്മുടെ ഗാർലിങ് നമ്മുടെ റോക്സിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേങ്കിൽ അതുവരെ നമ്മുടെ ഗാർലിങ്ങിന് കൊടുത്തുകൊണ്ടിരുന്ന ഹൈപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഗാർലിങ്ങിനെ എവിടെയൊക്കെ കാണിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഒറോ ഫാമിംഗ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഗാർലിങ്ങിൻ്റെ ഹൈപ്പ് നല്ല രീതിക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ഒന്നും പോരാഞ്ഞിട്ട് നമ്മുടെ ഗാർലിങ്ങിനായിക്കോട്ടെ ഇമ്മോർട്ടാലിറ്റി പവർ വരെ ഉണ്ട്. എന്നിട്ട് പോലും ഡേവിഡി സെബക്കിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയിട്ടില്ല. അതും പോരാഞ്ഞിട്ട് നമ്മുടെ സെബക്ക് നമ്മുടെ ഗാർലിങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗാർലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 20ഓളം പേര് അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മുടെ സെബക്ക് തന്നെയാണ് വിജയിച്ചത്. അപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ ഷാങ്ക്സ് വളരെ വീക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു തിയറി ഇറങ്ങാനുള്ള മെയിൻ റീസൺ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ ഗാർലിങ്ങിൻ്റെ മകൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഷാങ്ക്സ് വീക്കാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാങ്ക്സിനെ വളർത്തിയത് നമ്മുടെ റോജറാണ്. റോജറിൻ്റെ കയ്യിൽ നിന്ന് സ്ട്രോ ഹാറ്റ് കിട്ടിയത് നമ്മുടെ ഷാങ്ക്സിനാണ്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ റോജർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡിവൈൻ ഡിസ്പാർച്ചർ എന്ന് പറയുന്ന അറ്റാക്ക് വരെ നമ്മുടെ ഷാങ്ക്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ആനിമെ കാണിച്ചിട്ടുള്ള 2 ഡിവൈൻ ഡിസ്പാർച്ചറാണ്. അതിൽ സ്ട്രോങ്സ്റ്റ് ഡിവൈൻ ഡിസ്പാർച്ചർ നമ്മുടെ ഷാങ്ക്സിൻ്റേത് തന്നെയാണ് എന്നാണ്. പക്ഷേ ഇങ്ങനെ നമ്മുടെ റോജർ നമ്മുടെ ഓടിന് നേരെ യൂസ് ചെയ്ത ഡിവൈൻ ഡിസ്പാർച്ചർ ഫുൾ പവറിലുള്ളതൊന്നും ആയിരിക്കാൻ ചാൻസ് ഇല്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ റോജറിനും നമ്മുടെ ഷാങ്ക്സിനും തമ്മിൽ ഇത്രയും വലിയൊരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ റോജറിൻ്റെ അത്രയെങ്കിലും പവർഫുൾ ആയിരിക്കും എന്നാണ്. നമുക്കറിയാലോ, നമ്മുടെ റോക്സിൻ്റെയും അതുപോലെ തന്നെ റോജറിൻ്റെയും പവർ ലെവലൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാങ്ക്സ് ഒരിക്കലും വളരെ വീക്കാവാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മുടെ ഗാർലിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോക്സ് വളരെ പവർഫുള്ളാണ്. നമ്മൾ വിചാരിക്കുന്നതിലും പവർഫുള്ളാണ് നമ്മുടെ റോക്സ് ഡി സെബക്ക്. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നമ്മുടെ ഗാർലിങ് പോയി ഫൈറ്റ് ചെയ്താൽ അതിൻ്റെ ഔട്ട്കം അങ്ങനെ വരൂ. കാരണം നമ്മുടെ റോക്സ് തൻ്റെ പ്രൈം ടൈമിലാണുള്ളത്. നമ്മുടെ ഗാർലിങ് അവൻ്റെ പ്രൈമിലാണോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു പക്ഷേ നമ്മുടെ ഗാർലിങ് തൻ്റെ പ്രൈമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഇനിയിപ്പോൾ പ്രൈമിലാണെങ്കിൽ കൂടി നമ്മുടെ റോക്സിൻ്റെ പവർ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോക്സ് നമ്മുടെ ഗാർലിങ്ങിനെ ഡിഫീറ്റ് ചെയ്തതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് നമ്മുടെ ഗാർലിങ് വീക്കായത് കൊണ്ടല്ല, നമ്മുടെ ഗാർലിങ്ങിൻ്റെ ഓപ്പണൻറ്റ് അത്രമാത്രം പവർഫുള്ളായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഗാർലിങ് അവിടെ ഡിഫീറ്റ് ചെയ്യപ്പെട്ടത്. നമ്മുടെ ഗാർലിങ്ങും വളരെ പവർഫുൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നമ്മുടെ ഷാങ്ക്സ് എന്തായാലും വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. നമ്മുടെ ഗാർലിങ്ങിനെക്കാട്ടോ എത്രയോ അധികം പവർഫുള്ളാണ് നമ്മുടെ ഷാങ്ക്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാലും മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. മറ്റൊരു സമാചാരം കാണുന്നതിൽ ബൈ ബൈ.